ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ മാസം 13 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് May 4 കേട്ടോ. ഓക്കെ, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കേട്ടോ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഡയറക്റ്റ് വരുന്ന ഹോസ്പിറ്റൽസിലേക്കുള്ള സെലക്ഷൻ പോസ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ പോർട്ടൽ നമ്മുടെ ssc.gov.in അല്ലെ, ssc.gov.in എന്ന ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഈ എക്സാമിനേഷന് പ്രത്യേകിച്ച് നമ്മുടെ നഴ്സിംഗിന്റെ നഴ്സിംഗ് സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. ഈ കാണുന്ന പോലെ ഏകദേശം 107 കേട്ടോ, 107 നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് ആണ് ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിച്ചിരിക്കുന്നത്. അതായത് CGHS നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സർവീസ് അല്ലെ, CGHSന്റെ ഡിഫറെന്റ് ഹോസ്പിറ്റൽസിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയാൽ SSCയുടെ ഫേസ് 14 കേട്ടോ 2026 സെലക്ഷനിലേക്കാണ് ഇപ്പോൾ ഈ വിളിച്ചിരിക്കുന്ന നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കേട്ടോ, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ മാസം 13 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് May 4 കേട്ടോ. May 4 ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരിക. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുക? നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അതായത് SSCയുടെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അതുകൂടാതെ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കേട്ടോ, CBT വഴിയായിരിക്കും സെലക്ഷൻ വരിക. അതിന്റെ ഒരു ടെന്റേറ്റീവ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ 2026. അതായത് നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല, ജൂൺ 2026 ഇതിന്റെ CBT നടക്കുക കേട്ടോ. അപ്പൊ CBTയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മുടെ സാധാരണ നഴ്സിംഗ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഈ എക്സാമിനേഷന് പ്രത്യേകിച്ച് നമ്മുടെ നഴ്സിംഗിന്റെ നഴ്സിംഗ് സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല കേട്ടോ. അതായത് ജനറൽ അവയർനെസ്, അതുകൂടാതെ റീസണിങ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും കേട്ടോ. 0.5 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്കാണ് ഇവിടെ നെഗറ്റീവ് മാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. നമുക്ക് നഴ്സിംഗിൽ നിന്നുള്ള സബ്ജക്ട്സ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവില്ല കേട്ടോ. റീസണിങ്, ജനറൽ അവയർനെസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ നോക്കിയാൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്, മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് നോക്കിയാൽ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കേട്ടോ, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഡയറക്റ്റ് വരുന്ന ഹോസ്പിറ്റൽസിലേക്കുള്ള സെലക്ഷൻ പോസ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 18 to 30 years, 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക. പേ സ്കെയിൽ ആസ് യൂഷ്വൽ കേട്ടോ, പേ ലെവൽ 7 ആണ്. ഇനിഷ്യലി നമുക്കൊരു 90,000 എങ്കിലും എമൗണ്ട് നമുക്ക് ബൈ ഹാൻഡ് സാലറി മേടിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പറഞ്ഞ CGHS ഹോസ്പിറ്റൽസിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുക. ടോട്ടൽ വേക്കൻസീസ് 107 വേക്കൻസീസ് ആണ് കേട്ടോ. അതായത് ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് നോക്കിയാൽ ഡിഫറെന്റ് ബേസ്ഡ് ഓൺ റീജിയൻസ് കേട്ടോ. റീജിയൻസ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പോസ്റ്റിംഗ് വരിക കേട്ടോ. നോക്കിയാൽ എക്സാമിനേഷൻ സെന്റേഴ്സ് അതും റീജിയൻ വൈസ് ആണ്. നമ്മൾ ഏത് റീജിയൻ ആണോ നമ്മൾ അപ്ലൈ ചെയ്യുക, ആ റീജിയനിൽ തന്നെ നമ്മൾ എക്സാമിനേഷൻ സെന്റേഴ്സും സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നോക്കിയാൽ സെൻട്രൽ റീജിയൻ അവൈലബിൾ ആണ്. നോർത്തേൺ റീജിയൻ ഡൽഹി, ജയ്പൂർ, ഡെറാഡൂൺ ഒക്കെ വരുന്ന നോർത്തേൺ റീജിയൻ അവൈലബിൾ ആണ് വേക്കൻസീസ്. സദേൺ റീജിയൻ നോക്കിയാൽ ചെന്നൈ, ഹൈദരാബാദ്, വിജയവാഡ. അപ്പൊ നോക്കിയാൽ നമുക്ക് കേരളത്തിൽ നിന്നാണെങ്കിൽ സദേൺ റീജിയനിൽ ചെന്നൈ ആണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു എക്സാമിനേഷൻ സെന്റർ എന്ന് പറയാനായിട്ട് കഴിയുക. അപ്പൊ നമ്മൾ സദേൺ റീജിയൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെന്നൈ സെന്റർ വയ്ക്കാവുന്നതാണ്. പിന്നെ വെസ്റ്റേൺ റീജിയനിൽ മുംബൈ, അഹമ്മദാബാദ്, പൂനെ ഒക്കെയാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഏത് സെന്ററിലേക്ക് അല്ലെങ്കിൽ ഏത് റീജിയനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക, അവിടെ തന്നെ നമ്മൾ സെന്റർ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ പോർട്ടൽ നമ്മുടെ ssc.gov.in അല്ലെ, ssc.gov.in എന്ന ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുവരെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 1 ടൈം രജിസ്ട്രേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ ഫേസ് 14 2026 സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ആണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. യൂഷ്വലി ആപ്ലിക്കേഷൻ ഫീസ് SC/ST കാൻഡിഡേറ്റ്സ്, അതുകൂടാതെ വിമൻ, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഇവർക്കൊക്കെ എക്സാമിനേഷൻ ഫീസ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുക. അപ്പം ഇതാണ് ഈ ഒരു SSC കേട്ടോ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CGHS ഹോസ്പിറ്റൽസിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുക. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതുകൂടാതെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം നല്ല ജോലിയാണ് കേട്ടോ. അതായത് ഒരുപാട് വർക്ക് ലോഡ് ഒന്നും വരില്ല, എന്നാൽ അത്യാവശ്യം നല്ല പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.